ഹായ്, ഇന്ന് നമുക്കൊരു വേറൊരു കറിയായിട്ട് വരാം. അതായത് നമ്മൾ ചക്കക്കുരു, ഇപ്പോൾ ചക്കയുടെ സീസൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ വർഷം ചക്ക കുറവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാലും ഒരു ചക്ക തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൽ ചക്ക ഞാൻ വേവിച്ചിട്ട് കുരു ഞാൻ കറി വെക്കാൻ മാറ്റി വെച്ചതാണ്. അപ്പം ചക്കക്കുരു തൊലി കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് അതിൻ്റെ ഇത് കളഞ്ഞിട്ടില്ല, കാരണം ഇത് നല്ലതാണ്, ആരോഗ്യത്തിന് ക്യാൻസർ പ്രതിരോധിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചക്കക്കുരു ഒരു 10-12 ചക്കക്കുരു തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങയാണ് ഇന്ന് കറി വെക്കാൻ വന്നത്. അല്ലേ, നമുക്കറിയാൻ പാടില്ല ചക്കക്കുരു മാങ്ങ. അതിൻ്റെ കൂടെ മുരിങ്ങാക്കായി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് മുരിങ്ങാക്കായി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെറുതായി അരിഞ്ഞ ചക്കക്കുരു കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ, അതായത് ഒരുപാട് പുളി വേണ്ടുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. കുറച്ച് മാങ്ങ ഇട്ടു. അതിന് വേണ്ടത് അരക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറവാണ് ഇപ്രാവശ്യം, തേങ്ങയൊന്നുമില്ല നമുക്ക്, എന്നാലും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളക്, പച്ചമുളകോ കാന്താരി മുളകോ ആണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ വേറെ പൊടികളൊന്നും ഇടുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും കാന്താരിയും എല്ലാം ഇട്ട് നമുക്ക് മിക്സിയിലെ ജാറിലായിട്ട് അരച്ചിട്ട് വരാം. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാങ്ങയും ചക്കക്കുരും കൂടി കുക്കറിൽ ഒരു 2-3 വിസിൽ വരുന്നവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. നമ്മൾ ചക്കക്കുരു മാങ്ങ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങയും കാന്താരി മുളകും ജീരകമൊക്കെ കൂടി അരച്ച അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതിൽ അത്ര കൊഴുപ്പ് വേണ്ട, കുറച്ച് ചാറായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് മിക്സാക്കി യോജിപ്പിക്കാം. തേങ്ങ നല്ല പോലെ അരയണം, അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ തേങ്ങയൊന്ന് നമ്മൾ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അപ്പോൾ ഒരു കതപ്പ് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇടാം. ആദ്യം നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. എന്തായാലും പുളി ഇട്ട് മാങ്ങയുടെ ആ പുളിയെല്ലാം യോജിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഉപ്പ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ലേശം തിളച്ച് വരണം. തേങ്ങ ഒഴിച്ച് അങ്ങനെ കൂടുതൽ തിളക്കണ്ട, എന്നാലും നല്ലൊരു ഇതായി തിളച്ച് വരണം. അപ്പോൾ നമ്മളത് കുറച്ച് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളെ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിളച്ച് നല്ല മണമെല്ലാം വരുന്നുണ്ട്. നല്ല ചക്കക്കുരു മാങ്ങ കറി അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കരിവേപ്പിലയും കടുകും ഒക്കെ താളിച്ച് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ നല്ല പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ചാറൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കടുകും കരിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടായാൽ നല്ലതായിരുന്നു. ഉണക്കമുളകും കൂടി ഉണ്ടായാൽ, പച്ചരിമുളക് കൂടി ഉണ്ടായാൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ നമുക്കത് ഇവിടെ ഇല്ല, തീർന്നു പോയി. ഇന്ന് ഞാൻ കടയിൽ വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ കരിവേപ്പിലയും കടുകും കൂടി വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് മോരുകറി പോലെ ഒന്നില്ല, നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നല്ല
ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ചേർക്കുമ്പോൾ നിങ്ങളൊരു മുരിങ്ങാക്കായും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി. ഓക്കേ.